ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുട്ടികളുടെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ വരുമ്പോൾ മെഡിസിൻസ് എത്ര കൊണ്ടുവരാം, അതിന് പ്രിസ്ക്രിപ്ഷൻ വേണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ആൻസേഴ്സിലേക്ക് പോകാം. ഒന്ന്, ക്യാൻ റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ സെർവ് ആസ് പ്രൂഫ് ഫോർ ക്യാരിങ് മെഡിസിൻസ് ഇൻ ടു ഓസ്ട്രേലിയ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, അത് മതി. റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ മതി. അത് ഡിജിറ്റൽ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ അതിൻ്റെ റൂൾസ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. 3 മാസത്തേക്ക് വരെയുള്ള പേഴ്സണൽ യൂസിനുള്ള മെഡിസിനാണ് ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ പറയുന്നത്. നമുക്കോ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനോ വേണ്ടി മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരിക. പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊണ്ടുവരാൻ പറ്റാത്ത, അല്ലാതെ ഇപ്പോൾ തലവേദനയ്ക്കും ഒക്കെയുള്ള ആക്സോയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും കൊണ്ടുവരാം. അതുകൊണ്ട് വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല. പ്രിസ്ക്രിപ്ഷൻ വേണ്ട ടൈപ്പ് മരുന്ന്, ഫോർ എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ എന്തോ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ ലഭിക്കുന്ന മരുന്നുകളാണെങ്കിൽ തീർച്ചയായും പ്രിസ്ക്രിപ്ഷനുമായിട്ട് തന്നെ വരിക. ഓവർ ദ കൗണ്ടർ ലഭിക്കുന്ന മരുന്നുകളാണെങ്കിൽ അതിനൊന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ ചെറുപയർ പൊടി, സ്കിന്നിന് വേണ്ടി, സ്കിൻ കെയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനൊന്നും ആയുർവേദിക് ഒരു പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഈസി. അപ്പോൾ അത് നിങ്ങൾ ലോജിക് ഉപയോഗിച്ചൊന്ന് മനസ്സിലാക്കുക, വായിക്കുക ടൈം ടു ടൈം. അതാണ് എനിക്ക് ആ ഹെൽത്ത് സെക്ടറിലെ ആ ഒരു ആദ്യത്തെ ക്വസ്റ്റിന് വേണ്ടി പറയാനുള്ളത്. ഇനി ഫസ്റ്റ് ഡോസ് ഓഫ് COVID-19 വാക്സിൻ റിക്വയർഡ് ആണോ ഓസ്ട്രേലിയക്ക് ട്രാവൽ ചെയ്യാൻ എന്നുള്ള ചോദ്യമുണ്ട്. അത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ പറയുന്നില്ല. എന്നാലും ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യാനായിട്ടോ പഠിക്കാനോ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും COVID-19 വാക്സിൻ 2 എണ്ണമെങ്കിലും വേണം എന്നുള്ളതാണ് നിയമം. നിങ്ങൾ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഹെൽത്ത് സെക്ടറിൽ സൈക്കോളജി, വാട്ടെവർ നിങ്ങൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ ആണെങ്കിൽ തീർച്ചയായും COVID-19 വാക്സിൻ്റെ 2 ഡോസ് എങ്കിലും എടുക്കണമെന്നാണ്. 3 ഡോസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാത്ത കേസുകളിൽ COVID-19 വാക്സിൻ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നില്ല ഓസ്ട്രേലിയയിൽ ഇപ്പോൾ. നേരത്തെ അത് കയറാനായിട്ട് ബോർഡർ പ്രൊട്ടക്ഷനിൽ അതൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു മാൻഡേറ്ററി നിയമമല്ല. നമുക്കതിനെതിരെയുള്ള റൂളിംഗ് ഒക്കെ തന്നു. അപ്പം അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നില്ല. ഓക്കെ. മെഡിസിൻ കൊണ്ടുവരുന്ന ആ ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഓസ്ട്രേലിയയിലേക്ക് മെഡിസിൻ കൊണ്ടുവരുമ്പോൾ കോപ്പി ഓഫ് യുവർ പ്രിസ്ക്രിപ്ഷൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്, മലയാളത്തിൽ എഴുതുന്നതൊന്നും പറ്റുകയില്ല കേട്ടോ. അത് പ്രത്യേകമായി ഓർക്കുക, അവർക്ക് മനസ്സിലാവണമല്ലോ. പിന്നെ മരുന്നിൻ്റെ ഒറിജിനൽ പാക്കിംഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് ജസ്മിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.